ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം 3-4 വർഷത്തെ 2020 തൊട്ടുള്ള കംപ്ലീറ്റ് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ട്രെൻഡ് ലൈനിൽ ബൗൺസ് ചെയ്താണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. അപ്പോൾ കറൻലി ഒരുപക്ഷേ ഈ ഒരു റീജിയനിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ടിലും ഡ്രോ ചെയ്ത് വെക്കുക. ആ ഒരു ട്രെൻഡ് ലൈന് ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള റീജിയനാണ് ഈ ഒരു സോൺ. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ് 20,000 എന്ന ലെവൽ. അപ്പോൾ 20,000 എന്ന ലെവൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് ഇത് മുകളിലേക്ക് പോയത്. അപ്പം മുകളിലേക്ക് പോയി ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് തരുന്നത് നിഫ്റ്റി. അപ്പം ഈ ഒരു വീക്കിലിൽ കുറേ വീക്കുകളായിട്ട് നമുക്ക് ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈന് താഴോട്ട് ക്ലോസിംഗ് തരികയാണെങ്കിൽ, ഇങ്ങനെ നല്ല ക്ലോസിങ്ങുകൾ കിട്ടുവാണെങ്കിൽ, ബിയറിഷ് ക്യാൻഡിലോട് കൂടി നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബിയറിഷ് ക്യാൻഡിലോട് കൂടി ക്ലോസിങ്ങുകൾ തരുവാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടി ഒന്ന് നിഫ്റ്റി ട്രൈ ചെയ്തിരുന്നു കഴിഞ്ഞ വീക്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ഡൗൺ തരുന്നതിന്. പക്ഷേ താഴെ വന്നതിന് ശേഷം വീക്കിലി അവസാനത്തോടു കൂടി അത് വീണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലേക്കാണ് ഫോർമേഷൻ ആയി മാറിയത്. ഇവിടെ നിന്ന് വീണ്ടും ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 22,500, 600 എന്ന സോൺ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് വീണ്ടും റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതകൾ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കറൻലി ഒരു കുറച്ച് വീക്കുകളുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ്. അപ്പം ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ചാർട്ടിൽ. അപ്പം ഈ ഒരു ലെവലിനൊക്കെ താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും വലിയ കറക്ഷനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. മേജറായിട്ടുള്ള സപ്പോർട്ട് റീജൻസ് ഈ ഒരു 20,000 എന്ന ലെവലും പിന്നെ 21,000 എന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ പ്ലസ് ഈ താഴത്തെ ഈ ലെവലൊക്കെ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം അതല്ല ഇനി ഇവിടെ നിന്ന് ഈ ഒരു വീക്ക്ലി ക്യാൻഡിലെ ഹൈ ഒക്കെ കട്ട് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റീവ്നെസ് ഒരു ചെറിയ ടൈമിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.